കർത്താവിന് സ്തോത്രം. വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി ചിലർ കടന്നു വരാനുണ്ടല്ലോ. അവർ കടന്നു വരുമോ എന്നൊന്നും അറിയത്തില്ല. അന്ന ഇവിടെ പഠിക്കാൻ വന്നില്ല, വരാമെന്ന് പറഞ്ഞു അല്ലേ? വന്നില്ല. പിന്നെ മാത്യുസോരൻ, അനീഷ് എന്ത് പറയുന്നു? എന്തോ ചുമയാണോ? രണ്ടു പേർക്കും തുടങ്ങിയോ? അമ്മയ്ക്കുള്ള അമ്മ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. പിന്നെ ഫോർട്ട് കൊച്ചിയിലുള്ളവരാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ 23-ാം സങ്കീർത്തനം വളരെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ള സങ്കീർത്തന ഭാഗമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. 22-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ സമയം ലഭിക്കാതെ പോയി, കിട്ടിയില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാകട്ടോ. ഈ സമയം കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് ഇവിടെ നടക്കേണ്ട ശുശ്രൂഷ എന്താ? കർത്തൃമേശയാണ്. ഈ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ സത്യത്തിൽ അത് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കത് പിന്നാലെ പഠിക്കാം. എന്നാൽ ഇവിടെ 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അകന്നു നിൽക്കുന്നതെന്ത്? ഇതിൽ മശീഹ സങ്കീർത്തനമാണ്. മശീഹ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഈ വാക്ക് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കാണ്. അതിൻ്റെ ഒരു പ്രവചനമാണ്. നമ്മളിന്ന് മഹത്വമേറിയ കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇതിനകത്ത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള തിരുവചന ഭാഗം സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിച്ചാണത് പഠിപ്പിക്കുന്നത്. കാരണം യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടുപേരും കൂടെ താഴോട്ടിറങ്ങിയിരിക്കണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ താഴോട്ടിറങ്ങിയിരിക്കണം. പിള്ളേർക്കൊക്കെ നിലത്ത് ഒന്ന് കസേര തരാം കേട്ടോ, കുറച്ചുകൂടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ സങ്കീർത്തനം കർത്താവ് അതിൻ്റെ വാക്യം, ഇത് കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വായിക്കേണ്ട വാക്യമാണ്. അത് വായിച്ചതാണ് നമ്മൾ, ആ സങ്കീർത്തനം ചൊല്ലിയതാണ് നമ്മൾ കാൽവറി ക്രൂശിൽ കേട്ടത്. ഇത് മശീഹ വരുമ്പോൾ 22-ാം സങ്കീർത്തനത്തിന്റെ ഈ വാക്യം വായിക്കേണ്ടതാണ്. 22-ാം അധ്യായം നമ്മൾ വായിക്കുന്ന അവസരത്തിൽ എല്ലാ വാക്യങ്ങളും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല. രാജാവായിരിക്കുന്ന ദാവീദിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാക്യം പ്രധാനമായിട്ട് നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം യേശുവിനെ കൈവിട്ടോ? കൈവിട്ടില്ല. പിന്നെ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞതോ? ഞാൻ പറയാം. ഇത് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് സങ്കീർത്തനം കർത്താവ് അവിടെ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ കാൽവരി ക്രൂശിന്റെ സമയത്ത് ചൊല്ലേണ്ട സങ്കീർത്തനമായത്. അത് ചൊല്ലിയതാ. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമതായിട്ട് 1 തീമോഥെയോസ് 3:16 ഒന്ന് വായിച്ചേ. നമുക്കറിയാവുന്ന വാക്യം 1 തീമോഥെയോസ് 3:16. ഞാൻ അതിന്റെ 16 വാക്യം. അത് തന്നെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എന്ന് മലയാളത്തിൽ കാണുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ? ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. ഏത് ദൈവം? തൃത്വത്തിൽ ഒന്നാമനോ തൃത്വത്തിൽ രണ്ടാമനോ? ഏകസത്യ ദൈവം ഒരുവനേ ഉള്ളൂ.
അവിടെ തൃത്വത്തിൽ ഒന്നാമനോ തൃത്വത്തിൽ രണ്ടാമനോ ചോദിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഇല്ല. കാരണം ദൈവം ഒരുവനാണ്. ആ ഒരേ ദൈവം ജഡത്തിൽ വെളിപ്പെടുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്താ ദൈവത്തിന്റെ പദ്ധതി? മനുഷ്യവർഗത്തിന് പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ സർവശക്തനായ ഏകദൈവം ജഡത്തിൽ വെളിപ്പെടണം. കാരണം ജഡത്തിൽ കഷ്ടം അനുഭവിക്കണം. അതുപോലെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആ പ്രമാണം നിറവേറണമെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പര്യാപ്തമായിട്ടുള്ള നീതിയുള്ള രക്തം ഒരു മനുഷ്യനുമില്ല. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അങ്ങനെയെങ്കിൽ ആത്മാവായ ഏകദൈവം ജഡത്തോടും രക്തത്തോടും കൂടി ഈ ഭൂമിയിൽ വന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു? രക്തം ചൊരിയാൻ വേണ്ടി അവനൊരു ജഡമെടുത്തു. ആ ജഡത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടതയുടെ അവൻ അനുഭവിച്ച കഷ്ടതയുടെ ഓർമ്മയെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ മുൻപിൽ ഇവിടെ കാണുന്ന കർത്തൃമേശ, അല്ലെങ്കിൽ ഈ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണെങ്കിൽ ദൈവം കൈവിട്ടോ? കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു എത്ര വാക്കുകൾ പറഞ്ഞു, എത്ര വചനം പറഞ്ഞു? കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട്. അതിനു മുമ്പ് ഒത്തിരി ഗിരിപ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അവരെ ഉപദേശിച്ചിട്ടുണ്ട്. എത്ര? 7 മൊഴികൾ അല്ലേ? അതിലൊന്നാമത്തെ മൊഴി എന്താ? ഒന്നാമത്തെ മൊഴി ആദ്യം യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മൊഴി ഒന്ന് വായിച്ചേ. ലൂക്കോസ് 23:34. ചിന്തിക്കാൻ വേണ്ടിയാ കേട്ടോ, ആരും അശ്രദ്ധയായിട്ടിരിക്കരുത്. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആദ്യം കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഈ ക്ഷമിക്കണമേ അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പദമാണ് അല്ലേ? ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നതും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾക്കും ഒക്കെ അതാ നമ്മുടെ പരാജയം അതാ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതെന്താ? ക്ഷമിക്കണം. ഈ ക്ഷമിക്കാത്ത പാവം ഏതാ? ക്ഷമിക്കാത്ത പാവം ക്ഷമിക്കാത്ത പാവം ഏതാ? ആ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവം ക്ഷമിക്കുകയില്ല. ഞാൻ മറ്റൊരു വിധത്തിലാണ് പറഞ്ഞത്. ക്ഷമിക്കാത്ത പാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാത്ത പാവം ക്ഷമിക്കുകയില്ല. ക്ഷമിക്കാത്ത പാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാത്ത പാവം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളോടും നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കും. അപ്പൊ ക്ഷമിക്കാത്ത പാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാത്ത പാവുക മറ്റുള്ളവനോട് വാശിയോട് വൈരാഗ്യത്തോട് പക വീട്ടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളെ അവരോട് ദൈവം ക്ഷമിക്കയില്ല. നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കണമെന്ന് നമ്മുടെ വിശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുക. അതാണ് യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യം പഠിപ്പിച്ചത് അല്ലേ? പിതാവേ ക്ഷമിക്കണമേ എന്നുള്ള ആ ക്ഷമയുടെ പാഠം സ്വർഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. തന്നെ ഉപദ്രവിച്ചവരോട് തൻ്റെ മുഖത്തെ രോമം പിഴുതെടുത്തു അല്ലേ? മുഖത്തെ രോമം പിഴുതെടുത്തു. പുതിയ നിയമത്തിൽ വാക്യമില്ലെങ്കിലും യെശയ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്. മുഖം പിഴുതെടുക്കുന്നവർക്ക് എന്താ? അവൻ മുഖം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തു. എത്ര വാക്യവാ? 50. യെശയ്യാ 50 ആണെന്ന് തോന്നുന്നു. 53 ഒന്ന് വായിച്ചേ. അതാണോ? അത് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെ സംബന്ധിച്ച് പ്രവാചകൻ കാൽവരി ക്രൂശിനെ സംബന്ധിച്ച് യേശു കാൽവരി ക്രൂശിൽ പോകുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ ദർശിച്ച ദർശനമാണ്. യേശു കാൽവരി ക്രൂശിൽ കിടക്കുന്ന ഒന്ന് വായിച്ചോ? അതൊക്കെ വായിച്ചതല്ലേ? വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. പിന്നെ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം
അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ. അങ്ങനെ മുഖം മറച്ചു കളയിക്കണമെങ്കിൽ എങ്ങനെയാണ് അവൻ കാൽവരി ക്രൂശിൽ കിടന്നത്? എന്തോ തൻ്റെ ശരീരം മുഴുവൻ തകർത്താൻ ധൈര്യശാലികളുണ്ട് അല്ലേ? തകർന്നു കിടക്കുന്ന വ്യക്തിയെ ചെന്ന് കാണാനായിട്ട് ധൈര്യമുള്ളവരുണ്ട്. പക്ഷെ അവനെ ഒന്ന് നോക്കിയാൽ ഇങ്ങനെ മുഖം മറച്ചു കളയത്തക്കവണ്ണം, അവനെ കാണുന്ന മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? വസ്ത്രം. ഇന്ന് കത്തോലിക്കൻ കണ്ടുപിടിച്ച ഒരു ചണത്തുണി യേശുവിൻ്റെ ആരെ ചുറ്റിയിട്ടുണ്ട്. യേശു പൂർണ്ണ നഗ്നമായി കിടന്നു എന്നാണ് വചന പഠിതാക്കളുടെ അഭിപ്രായം. കാരണം യേശു എന്തിനു വേണ്ടിയാണ് വന്നത്? ഏദൻ തോട്ടത്തിൽ പാപനിമിത്തം അവന് നഷ്ടമായ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുവാൻ വന്നതാണ്. നമുക്കറിയാം, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ കള്ളന്മാർ അവനെ പിടിച്ച് അവന്റെ വസ്ത്രം ഉരിഞ്ഞ് അവനെ മുറിവേൽപ്പിച്ച് അവനെ അങ്ങനെ ഇട്ടത്. കള്ളനാകുന്ന പിശാച് ഉപദ്രവിച്ചാൽ ആദ്യം അവൻ എടുക്കുന്നത് വസ്ത്രമാ. നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രത്തെ അവൻ വഷളാക്കും, അവനെ അശുദ്ധമാക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പാപം നിമിത്തം നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ നഗ്നമായി കിടന്നുവെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. ശരീരത്തെ മുറിവ് കൊണ്ടല്ല മുഖം മറച്ചു കളഞ്ഞത്. മുറിവ് ധൈര്യത്തോടെ നോക്കുന്നവരുണ്ട്. നമുക്കറിയാം, ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്ര ഭീകര മുറിവാണെങ്കിലും ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും നോക്കാതിരിക്കാൻ പറ്റുമോ? അവർ നോക്കും, അവർ ചികിത്സിക്കേണ്ടതാണ്. പക്ഷെ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായി കാൽവരി ക്രൂശിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ നായി മേശ ഒരുക്കിയിരിക്കുമ്പോൾ കാൽവരി ക്രൂശിൽ നമ്മുടെ അപ്പൻ അനുഭവിച്ച വ്യതയെ കുറിച്ചൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. നാം കേവലം ആരെങ്കിലും പറഞ്ഞു കേട്ട് ക്രിസ്ത്യാനിയായവരല്ല, ക്രിസ്തുവിനെ അനുഗമിച്ചതല്ല. നമ്മൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന വണ്ണം നമ്മൾ അവനെ ഉയർത്തണം, അവന് വേണ്ടി നിൽക്കണം. പ്രതികൂലങ്ങൾ എന്ത് വന്നാലും നമ്മൾ യേശുവിനെ ധരിച്ച് മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ മൊഴി, പിതാവേ ക്ഷമിക്കണമേ. ക്ഷമ നമ്മളെ പഠിപ്പിച്ച ഒരു നല്ല ഗുരു ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു മാത്രമാണ്. യേശു ക്ഷമ പഠിപ്പിച്ചതുപോലെ ഇവിടെ ഒരുത്തരും ക്ഷമ പഠിപ്പിക്കാൻ അത്രമാത്രം യോഗ്യന്മാരാരുമില്ല. ഒരു ഭാഷമാരുമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാനും ഭാഷല്ലേ. ഹല്ലേലൂയ. ഒരുവനുമില്ല. അത്രമാത്രം ലോകത്തോട് ക്ഷമിച്ച ഒരു നല്ല നേതാവ്, ലോകത്തോട് ക്ഷമിച്ച ജീവനുള്ള ദൈവം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി രണ്ടാമത്തെ, ഞാൻ ഒത്തിരി വിശദീകരിക്കാനുള്ളൂ, ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ലൂക്കോസ് 23:34 തന്നെ വായിച്ചു. പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം ഭാവിച്ചു ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത്, ഇന്നു നീ എന്നോടുകൂടെ 43 യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഇന്നു നീ എന്നോടുകൂടെ യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്കാണ് രണ്ടാമത്തെ മൊഴി. എന്താ? ഇന്നു നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഹല്ലേലൂയ. ആരോട് പറഞ്ഞതാ? ഒരു കള്ളനോട് പറഞ്ഞതാ. ഒരു കള്ളൻ അവനെ നിന്ദിച്ചു അല്ലേ? തെറ്റ്. രണ്ട് കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്നാണ് ബൈബിളിൽ. രണ്ടുപേരും നിന്ദിച്ചു. നിന്ദിക്കുന്ന അവസരത്തിലും ഒരേ ശിക്ഷയിൽ അനുഭവിക്കുന്ന രണ്ട് വ്യക്തികൾ അവനെ നിന്ദിക്കുമ്പോൾ യേശു എന്താ പറയുന്നത്? ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. തൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുമ്പോൾ യേശു പറയുക, ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് രോഗം പിഴുതെടുക്കുമ്പോൾ, നാണയത്തുട്ട് പോലെയുള്ള രോഗകഷ്ടങ്ങൾ കൊണ്ട് അവിടെ പിടിച്ചതിന് ശേഷം വലിച്ചു മറിക്കുമ്പോൾ യേശു പറയുന്ന വാക്കെന്താ? ക്ഷമിക്കണമേ. അവന്റെ മുഖത്ത് തുപ്പിയപ്പോൾ യേശു എന്ന് പറഞ്ഞു, ക്ഷമിക്കണമേ. അപ്പോ ഈ രണ്ട് കള്ളന്മാര് എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. എങ്കിലും നമ്മളെ ഒരാൾ പീഡിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ വരുന്നത് അല്ലേ? ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു കാണും. കാരണം ഞാൻ സത്യത്തിൽ ഈ നേവി ഡേയുടെ അന്ന് ഈ തൊട്ടി കറക്കുന്ന ദിവസം നമ്മുടെ ചർച്ചിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ പോയി.
ചെറുപ്പക്കാർ പോയതിന് ശേഷമായിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് അറിയത്തില്ല, ഞാൻ കയറിയില്ല, ചുവട്ടിൽ നിൽക്കുന്നവർക്ക് അറിയത്തില്ല. എല്ലാവരും സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷമാണെന്ന്, ഭയങ്കര ഒച്ച കേൾക്കാം അല്ലേ? ഇവരിങ്ങനെ കറങ്ങുന്ന അവസരത്തിൽ ഭയങ്കര ഒച്ച കേൾക്കാം. ഈ കറങ്ങുന്ന ഈ ഇരിക്കുന്ന വ്യക്തികൾ ശബ്ദത്തിൽ ഒച്ചയിടും. അപ്പോൾ സന്തോഷം ആഹ്ലാദം കൊണ്ട് ഒച്ചയിടുന്നതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. പേടിച്ച് നിലവിളിക്കുന്ന നിർത്തണോ നിർത്തണോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ കേൾക്കാൻ കൊള്ളുകയില്ലാത്ത ഭാഷയാണ് പറയുന്നത്. നിർത്തുന്നില്ലല്ലോ, ഇതെന്നാ 8 പ്രാവശ്യമോ 10 പ്രാവശ്യമോ കറങ്ങിയിട്ടല്ലേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ കള്ളന്മാരെന്താ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ കള്ളന്മാർ എന്ത് പറഞ്ഞാലും അവരുടെ ഉള്ളിലുള്ള ഇരിപ്പെല്ലാം പുറത്ത് വെളിപ്പെട്ട് വരുത്തിയാലും യേശുവിന്റെ ഉള്ളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുക എന്നുള്ള വാക്ക് മാത്രം. ഒരുത്തന് എന്ത് ചെയ്തു? അവന് മാനസാന്തരം ഉണ്ടായില്ലേ? അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ഒരുത്തൻ ഇത് കേട്ടിട്ട് അവൻ പെട്ടെന്ന് ആദ്യം എന്താ പറഞ്ഞത് മറ്റവനോട്? നാമോ ന്യായമായിട്ട്. നമ്മൾ കള്ളന്മാരാണെന്നേ. നമ്മൾ കള്ളന്മാരായതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. നമ്മൾ കള്ളന്മാരാണ്. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. ഒന്ന് വായിക്കാവോ? വാക്യം എടുത്ത്. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടിയത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മധ്യ ഒരുവനുണ്ട്, നടുവിൽ ഒരുവനുണ്ട്, അരുതാത്തതൊന്നും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവനാ. ഹല്ലേലൂയ. അവനെ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നവൻ പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കരുണ എത്ര വലുതായല്ലേ! ആ കരുണ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളവരാ, നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരാ. ഹല്ലേലൂയ. ഇത്രമാത്രം സ്നേഹിക്കാൻ കൊള്ളാവുന്നവൻ, ഇത്രമാത്രം ചാരുവാൻ കൊള്ളാവുന്നവൻ, ദൂരം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തുറന്നു പറയുവാൻ കൊള്ളാവുന്ന ഒരു ദൈവമേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. യേശു ദൈവമല്ല, യേശു മാത്രമാണ് ദൈവം. യേശു ദൈവമാണെന്ന് പറയുകയല്ല, യേശു മാത്രം ദൈവമാണ്. അവനൊപ്പം പറയുവാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയുവാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി ഇരവും പകലിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ഒരിക്കൽ ഉത്തമഗീതത്തിൽ നമുക്ക് കാണാം യേശുവിനെ സൗന്ദര്യം പറയുന്നത് എങ്ങനെയാ? അവൻ 10,000 അതിശ്രേഷ്ഠൻ, വെണ്മയും ചുവപ്പുള്ളവനാ. അവൻ വെണ്മയുള്ളവനാ എന്ന് പറഞ്ഞാൽ അവൻ പരിശുദ്ധനാണെന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവൻ പിതാവാണെന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ് ഏകദൈവം എന്നതിന്റെ അർത്ഥം. അവൻ വെണ്മ മാത്രമല്ല ചുവപ്പുള്ളവനാ എന്ന് പറഞ്ഞാൽ അവനാണ് രക്ഷകൻ. അവനല്ലാതെ ഒരു രക്ഷകനില്ല. ദൈവമായവനും രക്ഷകനും ഒരുവൻ മാത്രമാണ്. അവൻ വെണ്മയും ചുവപ്പുള്ളവനാ. അവൻ ഏകപരിശുദ്ധനാ. അവൻ തന്നെയാണ് രക്ഷകൻ. അവൻ തന്നെ രക്ഷിച്ചതാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. വെണ്മയും ചുവപ്പുള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ, സുന്ദരൻ അല്ലേ? യേശു ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒത്തിരി ഗാനങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. ഏതാ? ശബ്ദത്തിൽ പാടിക്കോ. ഹല്ലേലൂയ. നമുക്ക് ധ്യാനിച്ച് പാടാം. ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ. അപ്പാ പതിനായിരം. ഓ ഹല്ലേലൂയ. അപ്പാ സ്വർഗപിതാവേ, പ്രിയനെ പോൽ കണ്ടാൽ ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പതിനായിരം മണവാളൻ സുന്ദരനാണെന്റെ പ്രിയൻ, പതിനായിരം മണവാളൻ സുന്ദരനാണെന്റെ പ്രിയൻ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ കണ്ടാൽ കൊതി ഹല്ലേലൂയ. തീരാത്ത ഓ പ്രിയനെ പോൽ കണ്ടാൽ കൊതി തീരാത്ത സുന്ദര കൊതി തീരാത്ത സുന്ദര. ഇത്ര സുന്ദരനായ യേശുവിനെ യെശയ്യാവ് കാണുമ്പോൾ എങ്ങനെയാ കാണുന്നത്? അവന് രൂപഗുണം ഇല്ല, പിന്നെ കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, പിന്നെ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനമാത്രമായി രോഗം ശീലിച്ചവനായും അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നായി കിടക്കുന്ന കാഴ്ച. ഇതിന്റെ ഉത്തരവാദി ആരാ? നമ്മളതിന്റെ ഉത്തരവാദി. ഇത്രമാത്രം ഒരു അപ്പനെ, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അപ്പനെ ലോകത്തെ കാണിച്ചു തരാവോ? യേശുവിനെ പോലെ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ ഈ ലോകത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരുവാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ചങ്കൂറ്റം, നമ്മുടെ ആത്മധൈര്യം, ആത്മബലം, യഥാർത്ഥ അപ്പനെ കണ്ടുമുട്ടുകയാണ് നമ്മുടെ സന്തോഷം. അത് ഇവർക്ക് വല്ലതും അറിയാവോ? മറ്റുള്ളവർക്ക് വല്ലതും അറിയാവോ? ഹല്ലേലൂയ. യഥാർത്ഥ അപ്പന്റെ കാഴ്ചയോട് പിൻപറ്റി പോകുന്ന വ്യക്തിയുടെ സന്തോഷവും മഹത്വവും ഈ ഈർച്ചവാളിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വടിവാളിനോ അവരുടെ ഉപദ്രവങ്ങൾക്കോ അതിനെ താഴെ വെക്കാനായിട്ട് പറ്റില്ല. ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അവൻ കണ്ട് യേശുവിനെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞെടുത്തവർക്ക് അത് താഴെ വെക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നൈജീരിയയിൽ മുസ്ലിങ്ങൾ അനേക ക്രിസ്ത്യാനി, ഇപ്പോൾ 7000 കഴിഞ്ഞു, ഡെയിലി കൊന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും പുറകോട്ട് ഓടുന്നുണ്ടോ? പേടിച്ചോടുന്നുണ്ടോ? അവർ സന്തോഷത്തോടെ പാട്ട് പാടിക്കൊണ്ട് പോവുകയല്ലേ? ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. അവർ പാട്ടുകൾ പാടിക്കൊണ്ട് ഈ ശവമഞ്ചവുമായിട്ട്, ഈ ഭൗതിക ശരീരത്തിന്റെ പെട്ടിയുമായിട്ട് തകർന്ന ക്രിസ്ത്യാനികളുടെ ഭൗതിക ശരീരമായിട്ട് അവർ നിരനിരയായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്.
അവരാരും പുറകോട്ടോടിയതല്ല. എന്ന് പറഞ്ഞാൽ അവന്റെ മഹിമ കണ്ട സാക്ഷിക്ക് ആ സാക്ഷിയെ തകർത്ത് കളയുവാൻ ലോകത്തിലെ ഒരു അധികാരിക്കും, ലോകത്തിലെ ഒരു ആയുധങ്ങൾക്കും, ലോകത്തിലെ ഒരു പദ്ധതിക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. അതല്ലേ നമ്മുടെ ധൈര്യം. ഒരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞു, ഏതാ കൊണ്ടുപോകാൻ സഭയെ ഉപദ്രവിച്ചവൾ പറഞ്ഞു, ഈ പാറയെ തകർക്കാൻ പറ്റിയ കൂടമൊന്നും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ അടിച്ചടിച്ചടിച്ച് തകർക്കാൻ നോക്കും തോറും ഈ പാറ വലുതായി വളർന്നു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അടിക്കുന്ന നിങ്ങളുടെ കൂടം, അടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂടം, നിങ്ങളുടെ പദ്ധതികൾ തകർന്നു പോകും. അപ്പോഴും സുസ്ഥിരമായി നിൽക്കുന്ന ഒരു പാറയുണ്ട്, അത് ക്രിസ്തുവാകുന്ന പാറയാണ്. ആ പാറമേൽ നിർത്തിയ, ആ പാറമേൽ കയറി നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ തകർത്ത് കളയുവാൻ ലോകത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും പറ്റില്ല. അവർ കൂട്ടത്തോടെ വന്നാലും ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവമക്കൾ കീഴായി വിളിച്ചുകൊണ്ട് യേശുവിനെ സ്തുതി പാടിക്കൊണ്ട് മുന്നോട്ട് പോകും. സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതി. എല്ലാവരും ചേർന്ന് പാട്. ആദിവനായ ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിവനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. അവൻ കരുണ നിറഞ്ഞ കണ്ണുള്ളോൻ, അവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോൻ. സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ദൈവജനം സന്തോഷത്തോടെ പാട്ടുകൾ പാടി മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ്. വടക്കേന്ത്യയിൽ RSSും BJPയും ദൈവമക്കളെ തകർത്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കിടക്കുമ്പോഴും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒന്നും പിന്മാറി പോകുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ വിഗ്രഹത്തിന്റെ മുൻപിൽ വരാം, നിങ്ങൾ പറഞ്ഞ് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് ആരും പോകുന്നില്ല. പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവന് ശക്തരെന്ന് ഉറച്ചിരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ, പ്രത്യേകിച്ച് BJPക്കാരും RSകാരും ഒക്കെ ചിന്തിച്ചിരിക്കുന്നു, നമ്മളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തന്നത് കൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും കഴിഞ്ഞ നാളുകളിൽ ഒരു 400 വർഷത്തിനു മുമ്പ് ഏതെങ്കിലും ഹിന്ദുക്കളായിരുന്നു. ആ ഹിന്ദുക്കളിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്ത്യാനികളെ ഇവിടെ ഉള്ളത് എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് ക്രിസ്ത്യാനി ആയതാണെന്നാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞ പോലെ ഞങ്ങൾ കഞ്ഞിയും പയറും കൊടുത്താൽ ക്രിസ്ത്യാനി ആയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ബിരിയാണി കൊടുത്ത് മടക്കി കൊണ്ടുപോകാനേ എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ അല്ലി കൊടുത്തോട്ടാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ബിരിയാണി കൊടുത്തെങ്കിൽ മടക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ബിരിയാണി കൊടുത്താലോ കോടിക്കണക്കിന് പണം തന്നാലോ ഒന്നും മടങ്ങിപ്പോകുന്ന വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. പൗലോസ് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്കറിയാം. അവൻ തന്നെയാണ് ഞങ്ങളുടെ ഉപനിധി, അവനാണ് ഞങ്ങളുടെ സമ്പത്ത്, അവനെയാണ് ഞങ്ങളുടെ അധികാരി, അവനാണ് ഞങ്ങളുടെ ദൈവം, അവനാണ് ഞങ്ങളുടെ രക്ഷകൻ, അവനാണ് ഞങ്ങളുടെ വീടിന്റെ പ്രകാരം, അവൻ നമ്മുടെ എല്ലാമാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സത്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? ഈ യേശുവിനെ അറിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു? ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? ഓ എൻ്റെ കർത്താവേ, ഈ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെന്നുള്ളതൊക്കെ ധൈര്യത്തോടെ പറയേണ്ടത്. ഹല്ലേലൂയ. ഭക്തൻ പാടിയില്ലേ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി. ഹല്ലേലൂയ. ഓ സന്തോഷത്തോടത് ഹല്ലേലൂയ പാടി. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ, ദോഷമായിട്ടൊന്നും എന്റെ താതൻ. ഗ്ലോറി.
അവൻ എന്നെ സ്നേഹിക്കുന്നു. വളരെ സന്തോഷം കൊണ്ട് ഹൃദയം പിടച്ച് വികസിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടും തുള്ളിച്ചാടാൻ മനസ്സുണ്ട്. ഹല്ലേലൂയ. ഇത്രയ്ക്ക് സന്തോഷമാണത്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഈ ലോകത്ത് എന്തെങ്കിലും കണ്ടിട്ട് സന്തോഷിക്കുന്നതല്ല. യഥാർത്ഥ രക്ഷകനെ, യഥാർത്ഥ ദൈവത്തെ, നമ്മുടെ പൂർവിക പിതാക്കന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യ പദവി നമ്മുടെ കരങ്ങളിൽ കിട്ടിയപ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് പിടച്ച് വികസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ നാവിനൊക്കെ കുറച്ചുകൂടെ പ്രസംഗിക്കാൻ നീളവും ആരോഗ്യവും ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചിന്തിച്ചു പോവുക. ഇത് രഹസ്യമായി പതുക്കെ പയ്യെ രഹസ്യമായി പറയേണ്ട ഒന്നല്ല, ആണോ? ഈ രക്ഷയും ഈ ദൈവത്തെയും സർവ്വ ലോകത്തോടും വിളിച്ചു പറയേണ്ട ഒന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നമ്മൾ ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞ ആ മൊഴി രണ്ടാമത്തതാണ്. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ അർത്ഥമല്ല. യോഹന്നാൻ 19:26 വായിച്ചേ. 19:26. യോഹന്നാൻ 19:26. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യരും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. മതി. കാൽവരിക്കുരിശിൽ കിടന്നുകൊണ്ട് യേശു ആരെയും മറന്നില്ല. നമുക്കെന്തെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് പറയണ്ട, എനിക്കതൊന്നും കേൾക്കാൻ പറ്റുകയില്ല അല്ലേ? മരണസമയത്ത്, നമ്മുടെ മരണസമയത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോൾ പറ്റുമോ? ഞാൻ ഈ കിടപ്പിലല്ല കിടക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്നെ ശല്യപ്പെടുത്തരുത്, ഇങ്ങനെയൊക്കെയല്ല പറയുള്ളൂ. പക്ഷെ മരണസമയത്ത്, അന്ത്യസമയത്തും യേശു ആരെയും മറന്നില്ല, യേശു ആരെയും തള്ളിക്കളഞ്ഞില്ല. അവൻ നോക്കിയപ്പോൾ എല്ലാവരും കൈവിട്ട് ഓടിപ്പോയി. എല്ലാവരും ഓടിയില്ലേ? അവിടെ ഒരു ചെറിയ കൂട്ടം ക്രൂശിന്റെ അരികെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയാ? യേശു സ്നേഹിച്ച യോഹന്നാനും യേശുവിന്റെ അമ്മ. എത്ര പേരുണ്ട് മൊത്തം? ഒന്ന് വായിച്ചേ. അമ്മയുടെ സഹോദരി, ക്ലയോഫാവിന്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരത്തി മറിയ കണ്ടു. അപ്പൊ എത്ര പേരുണ്ട്? യേശുവിന്റെ അമ്മ, അമ്മയുടെ സഹോദരി, ക്ലയോഫാവിന്റെ ഭാര്യ മറിയ, പിന്നെ മഗ്ദലക്കാരത്തി മറിയ, യോഹന്നാൻ. 5 പേര്. ഹല്ലേലൂയ. നിൽക്കുന്ന കണ്ടു. അവരവിടെ നിൽക്കട്ടെ. അങ്ങനെ വല്ലതും കർത്താവ് കണ്ടോ? ഭയങ്കര പീഡ അനുഭവിച്ചുകൊണ്ട് വേദനയുടെ നടുവിലും യേശു ഓർക്കേണ്ടവരെ എല്ലാം ഓർത്തു. അവരാരെയും വിട്ടുകളഞ്ഞില്ല. തന്നെ ഉദരത്തിൽ ചുമന്ന അമ്മയെ കണ്ടു പറഞ്ഞു, സ്ത്രീ ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നിങ്ങളുടെ അമ്മ എന്നല്ല പറഞ്ഞത്. ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നെന്തുവാ? എല്ലാവരുടെയും അമ്മയാണെന്നാ പറഞ്ഞത്. അന്ന് യോഹന്നാന് അവിടെ വെച്ചൊരു ബന്ധം സ്ഥാപിക്കുക. കാൽവരിക്രൂശിന്റെ ചുവട്ടിലുള്ള ബന്ധമാ എല്ലാ ബന്ധത്തെക്കാൾ വലിയ ബന്ധം. നമ്മുടെ രക്തബന്ധത്തെക്കാൾ, നമ്മുടെ സാമുദായിക ബന്ധത്തെക്കാൾ, നമ്മുടെ മറ്റുള്ള ഏത് ബന്ധത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ ബന്ധം ഏതാ? കാൽവരിക്രൂശിൽ ഉള്ള ബന്ധമാണ്, നമ്മുടെ ബന്ധമാണ്, ഈ ബന്ധമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേദന വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് പ്രയാസം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് അങ്ങനെ തന്നെ പറയണം. ഹല്ലേലൂയ. ആരെയും മറന്നു കളഞ്ഞില്ല എന്നുള്ളത്. അവൻ മറക്കുന്നവനല്ല. എന്റെ ദൈവമേ, അവൻ നിന്നെയും മറക്കയില്ല.
നീ കാൽവരി ക്രൂശിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. നീ യേശുവിന്റെ കാൽവരി ക്രൂശിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ നീ യേശുവിനോട് ചേർന്ന് നിന്നാൽ നിന്റെ ഏത് ആവശ്യത്തിന്മേലും അവന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്നെ മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. അവനെ തേടി പോയി ഒരു മല കയറേണ്ട കാര്യമൊന്നുമില്ല. കുരിശുമലയോ മലയുടെ മുകളിലൊന്നുമല്ല അവൻ ഇരിക്കുന്നത്. അവൻ എവിടെയാ? ആ 2-3 പേർ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ, മറ്റൊന്ന് നമ്മുടെ ഹൃദയത്തിൽ. ഹല്ലേലൂയ. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണെന്നറിയാം. ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും ഒന്നും നമ്മൾ ഒരു മടിയും കാണിക്കണ്ട. നാണം കെടേണ്ട കാര്യമൊന്നുമില്ല. നാണം കെടാൻ എടാ 10,000 നോക്കി നിൽക്ക്. നമുക്ക് വേണ്ടി തുപ്പലേക്കാൻ കാർപ്പിച്ച് തുപ്പി അവന്റെ മുഖത്ത്, അല്ലേ? അത് സഹിച്ചവൻ പോയില്ലേ? നമുക്ക് വേണ്ടി തുപ്പലേക്കാൻ നമ്മുടെ യേശുവിന് ഒരു നാണവും ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന് വേണ്ടി ധൈര്യത്തോടെ അവനെ ആരാധിക്കുവാൻ നാണിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ധൈര്യശാലിയായി മുൻപോട്ട് ഇറങ്ങുവാനാണ് സ്വർഗം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളിൽ ഭരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെയും ധൈര്യത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഞാൻ നിർത്തി പറയുന്നത് എന്താണെന്നറിയോ? ഒരു പ്രസംഗശൈലി പറയാത്ത ഈ നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് പോകണം. നമ്മളിന്ന് മഹത്വമേറിയ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു പോകാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത വായിക്കാം. അപ്പോൾ 3 കാര്യം ചിന്തിച്ചു, നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു. ഒന്നാമത്തെ മൊഴി ഏതായിരുന്നു? പിതാവേ ക്ഷമിക്കണമേ. രണ്ടാമത്തെ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പാർദീസയിലിരിക്കും. അവനെയും വിട്ടുകളഞ്ഞില്ല. ആ കള്ളന്റെ പ്രത്യേകത എന്തായിരുന്നു? മാനസാന്തരപ്പെട്ടു. എന്താ അവൻ ആദ്യം പറഞ്ഞത്? നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, നമുക്ക് ന്യായമായിട്ടുള്ള ശിക്ഷയാണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ പാപിയാണ്. പിന്നെ രണ്ടാമത്തെ എന്താ പറയേണ്ടത്? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശു പാപിയല്ല, അവൻ പാപികൾക്ക് വേണ്ടി മരിക്കുന്നവനാ. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തതോ? അവന്റെ പ്രത്യാശ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ലേ? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കറി ഓർക്കണം. ഇത്ര മതി. ഇത്ര ഒരു വ്യക്തി ശരിയാകണമെങ്കിൽ ഇത്ര മതി. അവൻ ആരാണെന്നുള്ള ബോധം, യേശു ആരാണെന്നുള്ള ബോധം. യേശു വെറും രക്ഷകൻ മാത്രമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത്. ചില അങ്ങനെ നടക്കുന്നവരുണ്ട്. യേശു രക്ഷകൻ മാത്രമാണ്, രക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നതാ. യേശു രക്ഷകൻ മാത്രമല്ല, അവൻ എന്താ? വെണ്മയും ചുവപ്പുള്ളവരാ. അവൻ പരിശുദ്ധനും രക്ഷകനും കൂടിയാ. ഇത് രണ്ടും കൂടെ കൂടിയതാ. ഹല്ലേലൂയ. ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ നമ്മൾ കണ്ടതെന്താ? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. മറക്കുന്നവനല്ല, ഓർക്കേണ്ടവരെ എല്ലാം മരണസമയത്തും വേദനയുടെ നടുവിലും പ്രയാസത്തിന് നടുവിലും ഓർക്കേണ്ടവരെല്ലാം ഓർത്തു. ഇനി നാലാമത് പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ, അതാണ് 22-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള സങ്കീർത്തനം അവിടെ കിടന്നുകൊണ്ട് വായിക്കുക ചെയ്തത്. സങ്കീർത്തനം വായിച്ചതാ അത്. കാരണം ദൈവം കൈവിടില്ലെന്നേ. പിന്നെ മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇതെപ്പോൾ പറഞ്ഞ വാക്കാണെന്ന് പറയാമോ? കാൽവരി ക്രൂശിൻ്റെ സമയത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? കാൽവരി ക്രൂശിൻ്റെ സമയത്തെ എത്രയായിട്ട്? കാൽവരി ക്രൂശിലേക്ക് കിടക്കുമ്പോൾ തന്നെ തീരുന്നത് വരെ കുറച്ച് സമയമുണ്ടല്ലോ, അല്ലേ? ഇത് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ഒന്ന്, ഇരുള് ലോകം മുഴുവൻ സൂര്യൻ കരിപ്പടം പോലെ കറുത്തില്ലേ? സൂര്യപ്രകാശം നിന്നുപോയില്ലേ? നട്ടുച്ച സമയത്ത് സൂര്യൻ എന്ത് ചെയ്തു? കണ്ണടച്ചു. അരുമനാഥനെ തകർക്കുന്ന കാണാൻ സൂര്യന് പോലും കഴിഞ്ഞില്ല. അത് അവിടെ എന്ത് ചെയ്തു? ഒരു ഇരുട്ടുണ്ടായി. ഈ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഒരു ശബ്ദം മാത്രം കേൾക്കാം. ഏതാ ശബ്ദം?
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നുള്ള ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ആളെ കാണത്തില്ല, ആളെ കാണത്തില്ല. അപ്പോൾ ഇരുട്ടിന് മുൻപ് പറഞ്ഞ 3 മൊഴികൾ, ഇരുട്ടിൽ പറഞ്ഞ 1 മൊഴി, ഇരുട്ടിന് ശേഷം പറഞ്ഞ 3 മൊഴി. നിങ്ങൾ ചിന്തിച്ച് വേണം മുൻപോട്ട് പോകാൻ കേട്ടോ. നമ്മൾ ഇന്ന് എടുക്കുന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ പറയുന്നതിന് കാരണം. ഇരുട്ടിൽ കിടന്നുകൊണ്ട് 1 മൊഴി പറഞ്ഞു. ആ മൊഴി ഏതാ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ ഒരു ഭീകര അവസ്ഥ. ദൈവം കൈവിടുകയില്ല. പക്ഷെ ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാവോ? അവൻ നമ്മുടെ പാപത്തെ അവന്റെ ശരീരത്തിൽ നിന്ന് വഹിച്ചു. ഒരു പാപിയുടെ സ്ഥാനത്ത് അവൻ കിടക്കുന്നത്. ഒരു പാപിയുടെ സ്ഥാനത്താണ് യേശു കിടക്കുന്നത്. ഒരു പാപിയുടെ, മനുഷ്യന്റെ പാപഭാരങ്ങൾ മുഴുവൻ ചുമന്ന് വഹിക്കുന്ന ഒരുവരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ആ ശരീരത്തിൽ. ഈ പാപിയുടെ പാപം മുഴുവൻ, അവന്റെ പാപഭാരങ്ങൾ മുഴുവൻ ചുമന്നൊഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരവസ്ഥ എന്താ സംഭവിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 59 ഒന്ന് വായിച്ചേ. 59 ആണോ? അത് തന്നെ. ആ ആ ആ ആ ആ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ. ആ ആ ദൈവം, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലാൻ കാരണം എന്താ? പാപമാണ്. ഇപ്പോൾ യേശു ഏതവസ്ഥയിൽ കിടക്കുന്നു? യേശു പാപിയല്ല, പാപിയുടെ അവസ്ഥയിൽ. ലോകത്തിന്റെ പാപഭാരം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ പാപഭാരം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു അനുഭവം അവിടെ ഉണ്ടാകുക. എന്താ? ഞാനും നിങ്ങളും ഏൽക്കേണ്ട ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അന്യപ്പെട്ടു പോകുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുക. പാപിയോട് ദൈവം ഒരിക്കലും, പാപികളുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതേ അവസ്ഥയിൽ കിടക്കുന്നു. എന്നാൽ അതിന്റെ വസ്തുത, പാപത്തിന്റെ അവസ്ഥയിൽ യേശു ക്രിസ്തു സ്നാനമേറ്റു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണോ സ്നാനമേറ്റത്? അല്ല, പിന്നെന്താ? എന്തോ? നമുക്കൊരു മാതൃകയാണ്. ഒന്നുകൂടെ ചിന്തിക്കാവോ? യേശുവിന് മാനസാന്തരപ്പെട്ട് കാര്യമില്ലല്ലോ. യേശു സ്നാനമേറ്റത് എന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത്? യേശു പിന്നെ സത്യത്തിൽ മാനസാന്തര സ്നാനം ഒന്നുമല്ല യേശു ഏറ്റത്. നമുക്കൊരു മാതൃക കാണിച്ചു. എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്, അറിവോടെ വേണം സ്നാനപ്പെടാൻ. ഇങ്ങനെയൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സംഗതി എന്താ? ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നതിന് മുൻപ് ആ കുഞ്ഞാടിനെ നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് വേണം അവനെ യാഗത്തിന് കൊണ്ടുവരാൻ. കണ്ടോ? അങ്ങനൊരു മാതൃകയുണ്ട്, അങ്ങനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം യേശു അത് പാലിച്ചു. കാരണം ഇപ്പൊ അവനെ ആരായിട്ട് നിൽക്കുക? പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് നിൽക്കുക. കുഞ്ഞാടിനെ യാഗം കഴിക്കേണ്ടതിന് മുമ്പ് കഴുകേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. അല്ലാതെ തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് 1-2 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്ന് നമ്മൾ വായിച്ചു, യേശുവിനെ ദൈവം കൈവിടുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്യം 1 തിമോഥെയോസ് 3:16 നമ്മൾ വായിച്ചു. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഒരു വാക്യം കൂടെ വായിച്ചോ. യോഹന്നാൻ 16:32 യേശു തന്നെ പറഞ്ഞ വാക്ക. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും. യേശു കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചിതറിപ്പോയി. ചിതറിപ്പോകും. പിന്നെ എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലെന്ന്. പിതാവ് എന്നോടുകൂടെ ഉണ്ടെന്ന്, ഞാൻ ഏകനല്ല. യേശു തന്നെ പറഞ്ഞ വാക്ക. ലൂക്കോസ് 22:43 കൂടെ വായിച്ചേ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് അതിശ്രദ്ധയോടെ. അത് പിന്നെ എവിടെ വെച്ചാ? ഗതസമനയിൽ അല്ലേ? ഗതസമനയിൽ എന്താ പറഞ്ഞത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. തൻ്റെ ജഡത്തിന്റെ ബലഹീനത, ജഡം ബലഹീനം
അനുഭവിക്കുകയാണ്, ആ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ഗതസമനയിൽ താൻ ഏറ്റവും വലിയ വേദന എവിടെ വെച്ചായിരിക്കും താൻ അനുഭവിച്ചത്? ഈ അവർ ചാട്ടവാറിനിങ്ങനെ ആഞ്ഞടിച്ച് അവൻ്റെ മുതുക് വലിച്ചു കീറുന്നതിനേക്കാൾ വലിയ വേദന എവിടെ വെച്ചുള്ളതാ? നമ്മുടെ ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലിയ വേദന ഏതാ? മനസ്സിൻ്റെ വേദനയാണ്. ശരീരത്തിന് ആരെങ്കിലും അടിക്കോ തട്ടുവോ മുട്ടുകയോ ഒക്കെ ചെയ്താൽ വേദന യേക്കാൾ ഭീകരമാണ് മനസ്സിനുണ്ടാകുന്ന വേദന. മനസ്സിലുണ്ടാകുന്ന വേദനയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ചിലർ ആത്മഹത്യ ചെയ്യും, ചിലരെന്ത് ചെയ്യും? അറ്റാക്ക് ഉണ്ടാവും. യേശു ഇത് സഹിക്കാൻ വന്നവനാ. യേശുവിന് അറ്റാക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവന്റെ രോമകൂപങ്ങളിലൂടെ രക്തത്തുള്ളികൾ വിയർപ്പ് പോലെ ഒഴുകി. അവന്റെ രോമകൂപങ്ങളിലൂടെ രക്തത്തുള്ളികൾ വിയർപ്പ് പോലെ അത്രമാത്രം വേദന താൻ സഹിച്ചപ്പോൾ താൻ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഉടൻ തന്നെ പറഞ്ഞു, നീ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ ഒരു ദൂതനെ അയച്ച് അവനെ ശുശ്രൂഷ ചെയ്തു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശദീകരിച്ചു പോയാൽ സമയം കണ്ടമാനം പോകും. നമുക്കൊത്തിരി പഠിക്കാനുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വാക്യം വായിക്കാം. അപ്പോൾ ഇരുളിന് മുൻപ് എത്ര മൊഴി പറഞ്ഞു? 3. അതിലൊന്നാമത്തെ ഏതാ? ക്ഷമിക്കണമേ. രണ്ടാമത്തത് കള്ളനോട് പറഞ്ഞത്. മൂന്നാമത്തത് താൻ ഓർക്കേണ്ടവരെ ഓർത്തു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. നിങ്ങളുടെ മകൻ എന്നല്ല, ഇതാ നിന്റെ മകൻ എന്നാ. ഹല്ലേലൂയ. ഇനി അതിനുശേഷം ഇരുളിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്താ? ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇരുളിൽ എന്താ? ഇരുളിൽ അവിടെയാണ് താൻ മറ്റ് ഒരു വലിയ വേദന അനുഭവിക്കുന്നത്. ആരും തനിക്കില്ല എന്നുള്ള അവസ്ഥയിൽ മനുഷ്യരാകുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ വലിയ കഠിന ഭാരം അത്രയ്ക്ക് ഭയങ്കരമേറിയതാണ്. ആ ഭാരം അവിടെ യേശുക്രിസ്തു അത് അനുഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതെല്ലാം ദൈവം മറ്റുള്ളവർക്ക് മുൻപിൽ കാണിച്ചു. പക്ഷെ ഇവിടെ നടക്കുന്ന ഇരുളിൽ ഉള്ള ന്യായവിധിയുടെ ആ പ്രത്യേക സമയം ദൈവം ആരെയും കാണിച്ചില്ല. നമ്മുടെ എൻ്റെ അപ്പനെ ഓപ്പറേഷന് കൊണ്ടുപോയി. ഓപ്പറേഷൻ ഞങ്ങൾ കൊണ്ടുപോവുക, ഞങ്ങൾ അപ്പൻ്റെ കൂടെ പോവുക. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഞങ്ങൾ ഒരുങ്ങി അപ്പൻ്റെ കൂടെ അങ്ങ് പോവുക. അപ്പനെ ഇങ്ങനെ കടത്തിയിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളിനി മാറിക്കുമെന്ന് പറയും. എവിടെയാ? ഒരു പ്രത്യേക വാതിലിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. അകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്നും കാണണ്ട. കണ്ടാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ അപ്പനല്ലേ. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും കാണേണ്ട കാര്യമില്ല, നിങ്ങൾ അങ്ങോട്ട് കയറണ്ട. അപ്പോൾ ഒരു ഓപ്പറേഷൻ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ അപ്പന് ഒരു ഓപ്പറേഷൻ നടന്നാൽ ആ ഓപ്പറേഷൻ നമ്മളെ കാണിക്കുമോ? ഇല്ല. നമ്മുടെ കണ്ണ് കാണാതെ വിധത്തിൽ അവർ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി നമ്മളെ വെളിയിലാക്കും. നമ്മുടെ അപ്പൻ കാൽവരി ക്രൂശിൽ അനുഭവിച്ച വേദന, കാൽവരി ക്രൂശിൽ അവർ ചാട്ടവാറിനടുത്ത് അടിച്ച വേദന മാത്രമല്ല, ഇരുളിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഏൽക്കേണ്ട, പാവിയായ മനുഷ്യൻ ഏൽക്കേണ്ട ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ തന്നെ കടത്തിവിടുന്നത് ലോകമേ നിങ്ങൾ കാണേണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അത് താൻ അതിലൂടെ എങ്ങനെ കടന്നുപോയത്? വലിയ ചൂടേറിയ നരകത്തിൻ്റെ ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നു പോയെന്നുള്ളതിൻ്റെ തെളിവെന്താ? എന്താ തെളിവ്? ഒരു തെളിവ് ഞാൻ പറയാം. അങ്ങോട്ട് ഇരുള് മാറിക്കഴിഞ്ഞപ്പോൾ വെളിയിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കെന്തുവാ? എനിക്ക് ദാഹിക്കുന്നു എന്നാ. അപ്പൊ എന്തേലും ചൂടേറിയ അനുഭവത്തിലൂടെ കടന്നുപോയി. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അവന്റെ കാല് ഉളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. ചൂടേറിയ അനുഭവത്തിലൂടെ, വലിയ തീയിലൂടെ അവൻ കടന്നു പോകുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കടന്നുപോയ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച വ്യതയുടെ ഒരല്പം ചിന്തിക്കുവാൻ വേണ്ടി, ധ്യാനിക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ കർത്തൃമേശ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഗതസമന പൂവാനത്തിൽ
അധിക ഭാരം ഹല്ലേലൂയ ഹല്ലേലൂയ. അതിവേദയിൽ ആയിട്ടും പാപനിഷ്ടം നടപ്പാതിൽ അവനിഷ്ടം നടപ്പതിനനുസരിച്ചു. ദേവേശ യേശു പാരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കും നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ആമേൻ. നിത്യ ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. അന്നാസിൻ അരമനയിൽ മന്നവാണി വിധിക്കപ്പെട്ടു. അന്നാസിൻ അരമനയിൽ മന്നവാണി വിധിക്കപ്പെട്ടു. കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. ഓ ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിൻ മരണം നീ മരിച്ചു. ഹല്ലേലൂയ. നമ്മളെ ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ധ്യാനവും ഞാൻ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മൾ ധ്യാനിച്ച് കാൽവരി ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചവരായി നമ്മൾ ഇതിൽ നിന്ന് അനുഭവിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കൈവിട്ടില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. എബ്രായ ലേഖനം 9:14 ഒന്ന് വായിച്ചേ. എബ്രായർ 9:14. 9 ആട്ടുകൊറ്റന്മാരുടെ രക്തവും ആ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും ആ. മരണപ്പെട്ടവരുടെയും കളിക്കുന്ന പരിശുദ്ധവും ശരീരശുദ്ധി വരുത്തുന്നുവെങ്കിൽ ആ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിത്യാത്മാവിനാൽ ദൈവത്തിന് അർപ്പിച്ച ഉം. ക്രിസ്തുവിന്റെ രക്തം നിത്യാത്മാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നുകൊണ്ട് നിത്യാത്മാവിനാൽ ഈ അർപ്പിക്കുമ്പോഴും ദൈവം കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. നിത്യാത്മാവിനാൽ വായിച്ചോ. നിത്യാത്മാവിനാൽ ആ. ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ആ ജീവനുള്ള ദൈവത്തെ ആ. ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ ആ. മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കത്തക്ക വിധത്തിലുള്ള പരമയാഗമാണ് കാൽവരി ക്രൂശിൽ നിത്യാത്മാവിനാൽ അവിടെ നിറവേറ്റിയത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂശിൽ ഇരുളിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞതെന്താ? എനിക്ക് ദാഹിക്കുന്നു. അവരെന്ത് ചെയ്തു? കയ്പ് വെള്ളം കൊടുത്തു. കയ്പ് വെള്ളം അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? പുളിച്ച വീഞ്ഞു കൊടുത്തു. കുടിച്ചോ? കുടിച്ചു. ഈ കയ്പ് വെള്ളം എന്താ അർത്ഥമാക്കുന്നത്?
എന്ന് പറഞ്ഞാൽ ഈ കാൽവരി ക്രൂശിൽ കിടക്കുന്നവൻ, പീഡ അനുഭവിക്കുന്നവൻ മരിക്കാൻ നേരത്തെ അവന് വേദന സഹിക്കാൻ പറ്റാതെ കയ്പ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മയക്കം ഉണ്ടാകും. ഈ അടി വേദനയൊന്നും അറിയുകയില്ല. അത് നല്ല മുറിവേറ്റ് കിടക്കുമ്പോൾ പുളിച്ചത് കുഴിച്ചാലോ വേദന ഒന്നുകൂടെ ഇരട്ടിയായി തോന്നും. പുളിപ്പെന്ന് പറഞ്ഞാൽ ആകെ ഒരു ഇതല്ലേ, അതിൻ്റെ കൂടെ മുറിവിൻ്റെ വേദനകളുണ്ടെങ്കിൽ ഭയങ്കര ഇരട്ടിയായിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ അവൻ മരണം ആസ്വദിക്കാൻ വന്നവനാ, ഈ വേദന ആസ്വദിക്കാൻ വന്നതാ. പാപിയായ മനുഷ്യൻ ഏൽക്കേണ്ടതായ നിത്യമായിട്ടുള്ള ആ ശിക്ഷാവധിയുടെ ശാപം സ്വയം ഏറ്റെടുക്കാൻ വന്നു നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പുളിച്ച വീഞ്ഞ് അവൻ കുടിച്ചു. മറ്റേ കയ്പ് കൊടുത്തപ്പോൾ അവനത് പറ്റാതെ കുടിക്കാൻ, അത് കുടിച്ചു കഴിഞ്ഞാൽ മയങ്ങിപ്പോവേ, പിന്നെ ഒന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ജീവ പോകുന്നൊന്നും അറിയത്തില്ല. അടിയും ഉപദ്രവമൊക്കെ അത് ഈ മയക്കുമരുന്ന് പോലെയാണ്. മയക്കുമരുന്ന് കഴിച്ചവൻ്റെ കൈയൊക്കെ പിടിച്ചൊടിച്ചാൽ അവന് വേദനയൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. അവൻ ആ കൈ കൈയും വെച്ചുകൊണ്ട് ഇടിക്കാൻ ചെല്ലും. അങ്ങനെയുള്ള മയക്കുമരുന്നുണ്ട്. അതിൽപ്പെട്ട വല്ല സാധനമായിരിക്കാം ഇത്. എന്നാൽ പുളിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? അവന് വേദന ഭീകരമായിട്ട് ഒന്നുകൂടെ വലുതായിട്ട് തോന്നും. മാക്സിമം സഹിക്കേണ്ട വിധത്തിൽ അവൻ സഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ്റെ ദാഹം എന്തായിരുന്നു? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണ്, അല്ലേ? അല്ല കാൽവരി ക്രൂശിൽ കയറിയത്. നരകത്തിൽ ഒരുത്തരും വിടുന്നില്ല, നരകത്തിൽ ആരും പോകരുത്, എല്ലാത്തിനെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ദാഹമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം യേശു ക്രിസ്തുവിന് പിന്നെ നമുക്കറിയാം, ശമര്യക്കാരി സ്ത്രീയോട് യേശു ക്രിസ്തു പറഞ്ഞു, നീ തരുന്ന ജലം കുടിച്ചാൽ അവന് പിന്നെയും ദാഹിക്കും, എന്നാൽ എനിക്ക് ദാഹിക്കില്ലാത്ത ദാഹം ഒരിക്കലും വരാത്ത ജലം, ആ ജീവജലം എൻ്റെ കയ്യിലുണ്ട്, അത് തരാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം. ആദ്യമോട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താ പാത്രമില്ലല്ലോ വെള്ളം കോരാ. നമ്മുടെ കാവേരച്ചൻ എഴുതിയ പാട്ടിനകത്ത് കയറില്ല പാളയുമില്ല, അവിടെ പാളയുടെ ഒന്നുമല്ല, പാത്രമില്ലായിരുന്നു അവിടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് അവിടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കാൽവരി ക്രൂശിലെ വ്യത നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് സത്യത്തിലേ അത് വലിയ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ നമുക്ക് കാണുവാൻ. അവിടെ കിടന്നുകൊണ്ട് അവൻ യേശു ക്രിസ്തു അതിന് ശേഷമായിട്ട് പറഞ്ഞത്, ദൈവം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ആറാമത് പറഞ്ഞത് ഏതാ? ഒന്ന് വായിച്ചേ. 5 ഇപ്പം കഴിഞ്ഞു. ആറാമത് 19:30. യോഹന്നാൻ 19:30 വായിക്കാം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് എന്താ ഇവിടെ സംഭവിച്ചത്? യേശു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ടും തനിക്ക് നിറവേറ്റേണ്ട എന്തെങ്കിലും ഒരു ഭാഗം താൻ എവിടെങ്കിലും വെച്ച് വിട്ടുകളഞ്ഞോ എന്ന് ഞാൻ ചിന്തിച്ചു, അല്ലേ? നോക്കിയപ്പോൾ എല്ലാം എന്താ? ക്രമമായിട്ട് നടക്കേണ്ടതെല്ലാം നടന്നു, ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സന്തോഷത്തോടെ സകലവും നിവൃത്തിയായി. ഇങ്ങനെ ആരെങ്കിലും മരണക്കിടക്ക് പറയുമോ? നമ്മളുടെ മരണത്തോട് നമ്മൾ അടുക്കുമ്പോഴേ ആരെങ്കിലും ചോദിക്കുക നമ്മളോട്, ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മക്കളുടെ കല്യാണം കഴിഞ്ഞില്ലേ? മക്കളൊക്കെ ഒരു നിലയിലായില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് നാളും കൂടെ ഇരിക്കുകയായിരുന്നെങ്കിൽ മക്കളുടെ കൂടെ കുറച്ചുകൂടെ ജീവിക്കായിരുന്നു, അല്ലേ? എന്തെങ്കിലും ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ് മരിച്ചിട്ടുള്ള ഒരു മനുഷ്യനുണ്ടോ ഇവിടെ? ഓക്കെ, സമയമായി, എനിക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചില ദൈവമക്കൾ മരിച്ചിട്ടുണ്ട്, അല്ലേ? അത് ദൈവം എടുത്തുകൊണ്ടാ, അല്ലേ? കുറച്ചുകൂടെ അവർക്ക് ആയുസ് കിട്ടിയാലും കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും ഉള്ളിൽ. യേശു ക്രിസ്തു, നമ്മൾ ചോദിക്കുകയല്ലേ, മരിക്കാൻ നേരത്ത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാറില്ലേ? മരിക്കാൻ നേരത്ത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ യേശു എന്താ പറഞ്ഞത്? സകലവും നിവൃത്തിയായി. ആറാമത് പറഞ്ഞത്, അല്ലേ? സകലവും നിവൃത്തിയായി. ഓർഡറൻസ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോണം. അത് അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അത് പറയണം. അതിനുശേഷം അവസാനം പറഞ്ഞതാ, ലൂക്കോസ് 23:46 വായിച്ചേ. 23:46. ഇത് പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. പ്രാണനെ എടുത്തെന്നല്ല, പ്രാണനെ
വിട്ടു. അവന്റെ പ്രാണനെ വിടാൻ അവന് അധികാരമുണ്ട്, അല്ലേ? അതാരും എടുത്തൊന്നുമല്ല. ഹല്ലേലൂയ. യേശുവിനെ ഉയർപ്പിച്ചതാരാ? യേശു ഉയർത്തെന്നിട്ട് ഒരിടത്ത് പറയുന്നുണ്ട് പിതാവ് അവനെ ഉയർപ്പിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. പിതാവെന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നതാണ്. തന്നിൽ വസിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പിതാവെന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവം ഈ ജഡത്തിലാണ് വസിച്ചത്. യേശു പറഞ്ഞില്ല, യേശുവിനെ ഉയർപ്പിച്ചത് യേശു തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏടൻ യേശുവിനെ ഉയർപ്പിച്ചത് പിതാവാണെന്ന് പല വാക്യങ്ങളുണ്ട്. യേശുവിനെ ഉയർപ്പിച്ചത് യേശു തന്നെയാണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെ ത്യജിക്കാനും അതിനെ വീണ്ടും കൊള്ളാനും എനിക്ക് അധികാരമുണ്ട്. ഇവിടെ യേശു പ്രാണനെ വിട്ടു. മറ്റൊരു സംഗതി എന്താണെന്നറിയാമോ? അവരോടെല്ലാം വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ. എന്റെ പിതാവ് അതിനെ പണിയുമെന്നല്ല പറഞ്ഞത്. പിന്നെ 3-ാം ദിവസം ഞാൻ അതിനെ പണിയും. ഇത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ ഉയർപ്പിച്ചത് മറ്റാരുമല്ല, യേശു തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയാമെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം 7-ാമത് എന്താ പറഞ്ഞത്? എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. പ്രാണനെ പിതാവെന്ന് എടുത്തതല്ല, പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സകലവും നിവൃത്തിയായി. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അവൻ സ്വർഗത്തിൽ ചെന്നെത്തുവാൻ ഇനി ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇനി ഒരു മലകയറയുടെ ആവശ്യമില്ല. ഇനി ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശു നിറവേറ്റിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ. സകല മൂസിമാവാസികളുമായുള്ളവരെ എന്തിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ എന്താ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? യേശുവിൻ്റെ ജീവിതത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടക്കാം. യേശു ക്രിസ്തു ഈ യഹൂദന്മാരുടെ മേശയിൽ എത്ര അപ്പമുണ്ട്? അത് അവിടെ മേശയിൽ ഇങ്ങനെ അടുക്കി അപ്പം വെച്ചിരിക്കും. അതിനുശേഷമായിട്ട് ഈ ഓരോ അപ്പത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അതിലൊരു അഭിക്വം ബ്രെഡ് എന്ന് പറഞ്ഞൊരു ബ്രെഡുണ്ട് നടുക്ക്. അത് മഷിക വരുമ്പോൾ എടുക്കേണ്ട ബ്രെഡാണ്. മഷിക വരുമ്പോൾ എടുക്കേണ്ട ബ്രെഡാണ്. യേശു വന്ന് അപ്പം നുറുക്കി കൊടുക്കാൻ നേരത്തെ ഏത് ബ്രെഡാണ് എടുത്തത്? ഈ ബ്രെഡാണ് എടുത്തത്. ഏതാ? അഭിക്വം ബ്രെഡ്. മറ്റാർക്കും അത് എടുക്കാൻ അവകാശമില്ല. അത് യേശു എടുത്തു. എന്നിട്ട് യേശു എന്താ പറഞ്ഞത്? ഈ അപ്പം എടുത്ത് ഇത് എൻ്റെ ശരീരം. ഉണ്ടോ? അവിടുന്ന് ഏതെങ്കിലും ബ്രെഡല്ല യേശു എടുത്തത്. ഈ അഭിക്വം എന്ന് പറയുന്ന ബ്രെഡ് യേശു എടുത്തിട്ട് ഉയർത്തിക്കിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ബ്രെഡ് എടുത്തു. ഇനി യേശു ദേവാലയത്തിൽ വന്ന് പുസ്തകം എടുത്ത് വായിച്ചു, അല്ലേ? ഏത് ഭാഗമാണ് വായിച്ചേ? ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. വായിച്ചു. 16 മുതൽ താഴോട്ട് വായിച്ചു.
അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആ ആ ആ കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്ന് അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ആ ആ ആ ആ അപ്പൊ പുസ്തകം എവിടുന്നാ വായിച്ചത്? യെശയ്യാവ് 61 അധ്യായം വായിച്ചേ. ആ ആ ആ ആ ആ ആ മതി. ഞാൻ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുക, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ ഈ ശുശ്രൂഷയിൽ കടന്നു പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടെ ചോദിക്കുക. ഇവിടെ യേശു ക്രിസ്തു ഏത് ഭാഗം വായിച്ചത്? യെശയ്യാ പ്രവചനം 61 അധ്യായം ആണ്. അത്രയും ഭാഗം മുഴുവൻ വായിച്ചോ? ഇല്ല. ഇവിടെ വായിച്ചെവിടെയാണ് നിർത്തിയത്? അവൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുന്നത് വരെ വായിച്ച് നിർത്തി. എന്നിട്ട് പുസ്തകം മടക്കി അങ്ങോട്ട് വെച്ചു. താൻ പോയിരുന്നു അല്ലേ? പക്ഷെ അതിന് താഴോട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും. ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രതികാര സമയത്ത് എന്ത് ചെയ്യും? അവൻ വന്നത് വായിക്കും. എന്നിട്ട് അവൻ പറയും ഇതിന് നിവർത്തി വന്നിരിക്കുന്നു പറയും. ഇപ്പൊ അവൻ വന്നത് എന്തിനു വേണ്ടിയാ? സുപ്രസാദ കാലം, പ്രസാദ വർഷം പ്രസംഗിപ്പാനാ. മാനസാന്തരപ്പെടുന്നവരെ കരുണയുടെ മാർഗത്തിലാക്കാൻ വേണ്ടി അവൻ വന്നതാ. അത് മാത്രം പ്രസംഗിച്ചു. യെശയ്യാ പ്രവചനത്തിന്റെ ബാക്കി ഭാഗം അവൻ ഇനി പ്രസംഗിക്കും. ഹല്ലേലൂയ. അവന്റെ പ്രതികാര ദിവസം, അവന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ അവൻ ആ പുസ്തകം വീണ്ടും തുറക്കും. ആ പുസ്തകം വെച്ച് ന്യായം വിധിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവൻ എവിടെ പോയിരുന്നറിയോ? അത് മോശയുടെ പീഠത്തിലാണ് പോയിരുന്നത്. ഈ മോശയുടെ പീഠം എന്തിനു വേണ്ടിയുള്ളതാ? യഹൂദന്മാർക്ക് ചില പ്രത്യേകതയുണ്ട്. മശിഹ വരുമ്പോൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്. നമുക്കറിയാം, യെരുശലേമിലൊരു ദേവാലയം, യെരുശലേമിലെ ദേവാലയത്തിന്റെ സ്വർണവാതിൽ, എന്താ ഗോൾഡൻ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. അതിലൂടെ ആര് കയറേണ്ടതാ? യഹൂദന്റെ ഭാഷയിൽ അതിൽ ആരാ? യഹോവ അല്ലെങ്കിൽ മശിഹ വരേണ്ടതാ. യഹോവ വേണം അതിനകത്തൂടെ കയറാൻ. പക്ഷെ അതിനകത്തൂടെ ആര് കയറി? യേശു എന്ന് പറയുന്ന ഒരു കള്ളം വന്ന് കയറി. അതുകൊണ്ട് ഇനി ആ വാതിൽ തുറക്കേണ്ട, അടച്ചിട്ടേക്കാൻ പറഞ്ഞു. അടച്ചിട്ട് ഇപ്പോഴും അടച്ചു കിടക്കുക അല്ലേ? അതിലൂടെ ആര് കയറേണ്ടതാ? ഇവരെ യേശു തന്നെയാണ് യഹോവയെന്ന് വെളിപ്പെടുത്തുമെന്ന് അന്നാളിൽ അവന്റെ കാല് യെരുശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. അത് അടുത്ത സങ്കീർത്തനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ അന്ന് യേശു ക്രിസ്തു വരുന്ന അവസരത്തിൽ എന്താ? ഈ വാതിലൂടെ തന്നെയാണ് വരുന്നത്. അവൻ തന്നെ യഹോവയെന്ന് അന്ന് അവർക്ക് ബോധ്യമാകും. അവർ കുത്തിയ എങ്കലേക്ക് നോക്കും. കുത്തിയ എങ്കലേക്ക് പറയും. അവർ കുത്തിയ എങ്കലേക്ക് നോക്കും. കുത്തിയ എങ്കലേക്ക് എന്ന് പറഞ്ഞാൽ കുത്തിയ എങ്കലേക്ക് യഹോവയാണ് കുത്തിയത്. യഹോവയാണ് കുത്തിത്തുളയ്ക്കപ്പെട്ടത്. യഹോവ താൻ തനിക്ക് വേണ്ടി സ്വീകരിച്ച ജഡത്തെയാണ് അവൻ കുത്തിയത്. അവൻ കുത്തിയത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശയുടെ പീഠത്തിൽ അവരിരുന്നു. എല്ലാവരും അവനെ തുറച്ചു നോക്കിയാടാ, ഇവനാരാ? മോശയുടെ പീഠത്തിൽ ഇവനെന്തിനാ കയറിയിരിക്കുന്നത്? അവിടെ മശിഹ വരുമ്പോയിരിക്കാനുള്ള പീഠമല്ലേ? അവിടെ മാറ്റി ഇവനാരാ? എല്ലാവരുടെയും കണ്ണ് അവങ്കലായി. വായിച്ചപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഇല്ലേ? വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കാൻ ആർക്കേ യോഗ്യതയുള്ളൂ? മശിഹ യഹോവയ്ക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ അർഹതയുള്ളൂ. എല്ലാവരുടെയും കണ്ണ് അവങ്കലേക്കായി. തുറിച്ചു നോക്കി. അവൻ അങ്ങനെ ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയുടെ പൂർത്തീകരണം കാൽവരി ക്രൂശിൽ നടത്തി. അതിൻ്റെ ഓർമ്മ
കാൽവരി ക്രൂശിൽ അവൻ കടന്നു പോയതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മുൻപിൽ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു ശവമഞ്ചമാണ് അല്ലേ? അതിൻ്റെ ഓർമ്മയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന അപ്പം തന്നെയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന മുന്തിരിച്ചാറ് തന്നെയാണ്. ഈ അപ്പം വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് യേശുവിൻ്റെ മാംസമായിട്ടൊന്നും മാറുകയില്ല, വസ്തുമാറ്റം ഒന്നും സംഭവിക്കുകയില്ല. അപ്പം തന്നെയാണ്. അതിൻ്റെ ഈ അപ്പം സത്യത്തിൽ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. കത്തോലിക്കര് പറയുന്ന പോലെ വസ്തുമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം തന്നെയാണ്. പക്ഷേ ഇത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമ്മളിത് കഴിക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നു. യേശു നമുക്ക് വേണ്ടി നുറുകപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയായിട്ട് നമ്മളത് ഭക്ഷിക്കുകയാണ്. ഈ മുന്തിരിച്ചാറ് തന്നെയാണ്. അതിന് വസ്തുമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതിന്റെ അർത്ഥതലത്തിന് മാറ്റം വരുന്നു. കാരണം ഇത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ പുണ്യാഹരത്വത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാനീയം നമ്മൾ സ്തോത്രം പറഞ്ഞു കുടിക്കുന്നത്. ആ മഹത്വമേറിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കടന്നു പോകാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും പ്രത്യേക സാക്ഷി ഉണ്ടെങ്കിൽ അവരുടെ സാക്ഷി ഞാൻ മുടക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക സാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് പറയാം.